ന്റെ ഔന്നത്യത്തിലെത്തിയിട്ടും ഏറ്റവും പാവപ്പെട്ടവരോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. 52ാമത്തെ വയസ്സിലാണ് അദ്ദേഹം നമ്മളെ വിട്ടുപിരിയുന്നത്. അതാണ് ഏറ്റവും വലിയ വേദനാജനകമായ കാര്യം. ജീവിച്ചിരുന്നെങ്കിൽ ഒത്തിരി കഥാപാത്രങ്ങളിലൂടെ മനുഷ്യ മനസ്സുകളിൽ ജീവിക്കുമായിരുന്ന ഒരതുല്യ പ്രതിഭയായിരുന്നു ശ്രീ സലീം. ഈ ഹ്രസ്വമായ ജീവിതത്തിനിടയിൽ തന്നെ നൂറുകണക്കിന് സിനിമകളിലൂടെ മലയാളിയുടെ മനം കവർന്ന ഏറ്റവും പ്രിയങ്കരനായ ചലച്ചിത്ര നടനും നമ്മളോട് എല്ലാവരുടെയും പ്രിയപ്പെട്ട സഹപ്രവർത്തകനുമായി സലീം കുമാറിനെ വിശേഷിപ്പിക്കാൻ കഴിയും. ഇവിടെ ശ്രീ ശിവകുമാറിനോട് പറയുകയായിരുന്നു, പ്രേം നസീറിന് വേണ്ടത്ര ഒരു അംഗീകാരം നമ്മൾ കൊടുത്തിട്ടില്ല. സത്യമാണ്. ഇന്നലെ ഞാൻ മധു സാറിനെ കാണാൻ പോയി. അദ്ദേഹം ഈ 93ാമത്തെ വയസ്സിലും ആരോഗ്യ നിലനിർത്തനായി നിൽക്കുകയാണ്. അദ്ദേഹത്തെ ഇന്നലെ നമ്മൾ തൂഫാൻ വാരിയറാക്കി. അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. അപ്പം അവരൊക്കെ ഞാൻ പറഞ്ഞു, അങ്ങേ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് കേരളത്തിൻ്റെ അമിതാഭ് ബച്ചനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും മധു സാറിനെ പറ്റി ഓർക്കുമ്പോൾ പരീക്കുട്ടിയാണ് ഓർമ്മ വരുന്നത്. ചെമ്മീനിലെ പരി. ഇത്ര വർഷങ്ങൾക്ക് 60കളിൽ അദ്ദേഹം അഭിനയിച്ച 400 സിനിമ കഴിഞ്ഞിട്ട് ഇപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ മധു സാറിനെ പറ്റിയുള്ള ഓർമ്മ അല്ലേ, പരീക്കുട്ടിയുടെ ഓർമ്മ, ചെമ്മീൻ്റെ ഓർമ്മയാണ്. അതുപോലെ സലീം കുമാറിന്റെ ഓരോ കഥാപാത്രങ്ങളും നമ്മൾ എടുത്താൽ നല്ല സഹനടനായി, നല്ല നടനായി ദേശീയ അവാർഡ് ലഭിച്ച് അങ്ങനെ മനുഷ്യ മനസ്സുകളിൽ സ്ഥാനം പിടിച്ച ഈ അതുല്യ കലാകാരന്മാരുടെ ഓർമ്മകൾ നിലനിർത്താനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആ ഉത്തരവാദിത്വം നമുക്ക് നിറവേറ്റണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എനിക്ക് വേറെ 1-2 പരിപാടി കൂടിയുണ്ട്. പ്രേം നസീറിന് ഉചിതമായ സ്മാരകമുണ്ടാകണം, സലീം കുമാറിനുണ്ടാകണം. കാരണം ഇതൊക്കെ വരും തലമുറകൾക്ക് ഓർക്കാൻ കഴിയുന്ന തരത്തിൽ, അവരെ സ്മരിക്കാൻ കഴിയുന്ന തരത്തിൽ നമ്മൾ അത് അവരുടെ ജീവിതവും അവരുടെ അനുഭവങ്ങളും കലാവൈഭവങ്ങളും നിലനിർത്താൻ നമുക്ക് സാധിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ശ്രീ സലീം കുമാറിന്റെ ധന്യമായ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു. ശ്രീ ജയചന്ദ്രനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇങ്ങനെ ഒരു പരിപാടി പ്രത്യേകം ഇവിടെ സംഘടിപ്പിച്ചതിന്. ഗാന്ധി മിത്രം ഗുരുദാസ് സാറിന്റെ പരിപാടി, ഗാന്ധി മിത്രം, ആ പ്രസ്ഥാനത്തിനും ആശംസകൾ നേർന്നുകൊണ്ട് ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു.